ഇതൊരു എത്ര ദിവസങ്ങളിൽ പ്രസവിക്കണോ? അത് ഒരാഴ്ചക്കുള്ളത് പ്രസവിക്കും അല്ലേ? നമുക്കെല്ലാം ഒരു ആവറേജ് നമുക്കൊരു 20 ലിറ്റർ പാലിന് മുകളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യും അല്ലേ? ആണോ? ശക്തിയാണോ? വണക്കം, എപ്പിടി ഇരിക്കേ? ഇന്ന് നമ്മൾ കർണാടകയിലെ ചിന്താമണി മാർക്കറ്റിലാണ് നിൽക്കുന്നത് അല്ലാണോ? ഇന്നെങ്ങനെ ഉണ്ടായിരുന്നാണ് മാർക്കറ്റ്? നമുക്കിപ്പം ഉണ്ടായിരുന്നു അല്ലാണോ? ഇന്ന് നമ്മൾ ഏകദേശം എത്ര പശുക്കൾ എടുത്താണ് നമ്മളിവിടുന്ന്? 11 എടുത്തേക്ക്. ഇത് എവിടത്തേക്കാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്? മേലി തിരുവനന്തപുരത്തേക്കാണ് എടുത്തേക്കുന്നത് അല്ലേ? ഓക്കെ. ഇത് ഫാമിലേക്കാണോ എടുത്തത്? ഫാമിലേക്ക് എടുത്തേക്കുന്നത് ആണ്. ഇതിപ്പോൾ നമുക്കിപ്പം ഇത്ര ദൂരെ നിന്നൊക്കെ വന്ന് എടുക്കുമ്പോഴേ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഫാമുണ്ട്. കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര ലോങ് പോകുന്നതിൻ്റെ പ്രശ്നവും കാര്യങ്ങളും അങ്ങനൊന്നുമില്ല. ആണോ? ഇതിപ്പോൾ ഇന്ന് പ്രസവിച്ച് ആകുമ്പോൾ നമുക്കിത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടോ? അങ്ങനെ കാൽസ്യം ജെല്ലെല്ലാം കൊടുത്തിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ പശുക്കൾക്ക് അതിൻ്റെ പ്രശ്നങ്ങളും ഒന്നുമില്ല. ചെയ്യണം. ഓക്കെയാണ്. ഓക്കെയാണ്. എല്ലാം 2 പല്ലാണോ? ഓക്കെയാണ്. ഓക്കെ. 2 പല്ലോ. ഓക്കെയാണ്. ഇത് എവ്വളാണോ ഇതിൻ്റെ പ്രൈസ്? എന്നാണ് ഇത് എത്ര രൂപ ആയിരിക്കും ഇത് പ്രൈസ്? ഒരു റേഞ്ചിനാണ്. എന്നാൽ ഇതെല്ലാം നമുക്ക് ഒരു ഫാമിലേക്ക് തന്നെ അല്ലേ എടുത്തേക്കുന്നത്? എല്ലാം ഒറ്റ പാർട്ടിക്ക് തന്നെ എടുത്തേക്കുന്നത് അല്ലേ? ഇപ്പം നമുക്കിപ്പം 10 എണ്ണമൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു 2 കിലോ കുറയുകയും ചെയ്യും അല്ലേ? ഓക്കെ. ഇപ്പം കേരളത്തിൽ നമുക്ക് ഒരുപാട് ഇപ്പോൾ ഫാമുകളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട് അല്ലേ? വരുന്നുണ്ട് അല്ലേ? മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹൈബ്രിഡ് പശുക്കൾ നല്ല പാല് കിട്ടും അല്ലേ? ഓക്കെ. ഇതിപ്പോൾ നമുക്ക് ഒരു ആവറേജ് ഇവിടുന്ന് എടുക്കുന്നതിൽ എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കണം നമുക്ക് കേരളത്തിൽ? പ്രതീക്ഷിക്കാം. ഫസ്റ്റ് ലാക്ടേഷൻ കന്നിയിൽ 20 ലിറ്റർ മുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പം നമ്മൾ എടുത്തു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കന്നി പശുക്കളെ തന്നെയാണ് എടുത്തു കൊടുക്കുന്നത്. നല്ല ആരോഗ്യം ഫാമുകളിൽ നമുക്ക് നിർത്താൻ പറ്റും അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ കാലാവസ്ഥയുടെ പശുക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇല്ല? അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? പശുക്കളെല്ലാം ഇത് ഹൈബ്രിഡ് പശുക്കളാണ് അല്ലാണോ? 2 പല്ല്. പശുക്കളുടെ ഓരോന്നിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയണോ? ഇത് എന്താണ്? കന്നി പശുവാണോ? പ്രസവി 4 പല്ല്. ഇത് എത്ര രൂപ ആണോ ഇതൊക്കെ റേഞ്ച്? പ്രൈസ് 1 രൂപ റേഞ്ച് വരും. എത്ര പാല് പ്രതീക്ഷിക്കാണ്? എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്കതിന്? 20 പ്രതീക്ഷിക്കാം. ഇതാണോ പ്രസവിച്ചതാണോ? ഇതൊരു എത്ര ലിറ്റർ പാല് പ്രതീക്ഷിക്കണം നമുക്കിത്? 22 പ്രതീക്ഷിക്കാം. അതെല്ലാം എത്ര പല്ലാണോ? അതെല്ലാം നമുക്ക് 4 പല്ല് 2 പല്ലാണ്. എല്ലാം വേണം 4 പല്ല്. ബ്ലാക്ക് ഇപ്പൊ വന്ന് 2 പല്ല് വെച്ചാണോ? ഓക്കെ. ഇതൊരു എത്ര ദിവസങ്ങളിൽ പ്രസവിക്കണോ? അത് ഒരാഴ്ചക്കുള്ളത് പ്രസവിക്കും അല്ലേ? നമ്മളിന്ന് വാങ്ങിക്കുന്ന പശുക്കളുടെ മെയിൻ പ്രത്യേകത മാക്സിമം പ്രായം കുറഞ്ഞ പശുക്കൾ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പ്രധാനമായിട്ടും തന്നെ പല്ല് നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. അത് 2 പല്ല് 4 പല്ല്. കടിഞ്ഞൂല് 2 പല്ലാണ് പറയുന്നത്. ചില പശുക്കൾ കടിഞ്ഞൂല് 4 പല്ലിലും വരാറുണ്ട്. എങ്ങനെയായാലും മാക്സിമം 1-ാം പ്രസവം 2-ാം പ്രസവമുള്ള പശുക്കളാണ് നമ്മളിന്ന് വാങ്ങിക്കുന്നത്. 11 പശുക്കളും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കളാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. നമുക്ക് വീഡിയോയ്ക്ക് എത്രമാത്രം അറിയുമെന്നും തോന്നുന്നില്ല. പക്ഷേ നല്ല ബ്രീഡിലുള്ള നല്ല ഹെവി സൈസ് പശുക്കളെ തന്നെയാണ് എല്ലാം വാങ്ങിക്കുന്നത്. എങ്ങനെയായാലും നമുക്ക് വയനാട്ടിലൊക്കെ പോകുന്നവർക്ക് നമ്മൾ പറഞ്ഞിട്ട് കൂടുതൽ പാലാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. ഇവിടുന്ന് 20 ലിറ്റർ പറഞ്ഞാൽ അതിൽ കൂടുതൽ നല്ല രീതിയിൽ 5, 6, 7 ലിറ്റർ കൂടുതൽ കിട്ടിയ ആൾക്കാരുമുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. എങ്കിലും നമുക്ക് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പശുക്കളെ വാങ്ങണമെന്നില്ല. നമുക്ക് ഈ ഒരു മാർക്കറ്റ് ഉറപ്പായിട്ടും പശു വളർത്തുന്നവർ കണ്ടിരിക്കുക.
അത്രമാത്രം ക്വാളിറ്റിയുള്ള അത്രമാത്രം കളക്ഷനാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ കാണാൻ സാധിക്കുക. അതായത് പഞ്ചാബ്, ഹരിയാനയിലൊക്കെ കണ്ടുവരുന്ന ടൈപ്പിലുള്ള ഹെവി സൈസ് നല്ല ബ്രീഡിലുള്ള പശുക്കളാണ് കൂടുതലും. ഒരു 1000-ലധികം ബ്രീഡുള്ള പശുക്കളാണ് ഇവിടെ വരുന്നത്. നമുക്ക് അതിന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ലാക്ടേഷൻ വേണമെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ് വേണമെങ്കിൽ സെക്കൻഡ്, അങ്ങനെ പല്ല് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. പ്രസവിച്ചതെങ്കിൽ അല്ലെങ്കിൽ പ്രസവിക്കാൻ 1 മാസം, 2 മാസം, 3 മാസം ഗ്യാപ്പുള്ളത്, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും എല്ലാ ക്ഷീരകർഷകരും നിങ്ങൾ പശുക്കളെ വളർത്തുന്നവരാണ്, നിങ്ങൾ പശുക്കളെ പുറത്ത് പോയി വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങാം. അല്ലാന്നെങ്കിൽ കണ്ടിരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് നമ്മുടെ നാട്ടിൽ കണ്ടിരുന്ന പശുക്കളല്ലാതെ കുറച്ച് വെറൈറ്റിയുള്ള പശുക്കളെയും കുറച്ച് ബ്രീഡിലുള്ള പശുക്കളെയും ഇതിൻ്റെ കുട്ടികളും ഉണ്ട് കേട്ടോ. ഒരുപാട് നല്ല വെറൈറ്റി കുട്ടികളെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഒരുപാട് ചെറിയ കുട്ടികളല്ല, ഒരു മീഡിയം ടൈപ്പ് കുട്ടികൾക്ക് അത്യാവശ്യം നല്ല വില തന്നെയൊക്കെ ആവും. ഒരുപാട് വിലക്കുറവൊന്നുമില്ല. എങ്കിലും പശുക്കളെ വാങ്ങാൻ അത്യാവശ്യം നല്ല കളക്ഷനുള്ളൊരു മാർക്കറ്റ് തന്നെയാണ് ചിന്താമണി എന്ന് പറയുന്നത്. കർണാടകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് വഴി എളുപ്പം നമുക്ക് കേരളത്തിലേക്ക് എത്തിക്കാവുന്നതാണ്. ഏകദേശം 10 മണിക്കൂർ 11 മണിക്കൂറൊക്കെയാണ് ട്രാവൽ വരിക. ഒരുപാട് സമയം നിൽക്കേണ്ടി വരില്ല. എങ്കിലും ഇടയ്ക്ക് അവർ സേലത്തൊക്കെ കൊണ്ടുവന്നിട്ട് പശുക്കളെ വേണമെങ്കിൽ ഇറക്കി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവരിക. അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും വരില്ല. എന്തെങ്കിലും പ്രസവിച്ച പശുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരാവുന്നതാണ്. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവർ ചെയ്തു തരുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും നമുക്ക് കേരളത്തിൽ എത്തിക്കുന്ന കാര്യങ്ങൾ, പേപ്പർ, ഇതിലെന്തെങ്കിലും സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പേപ്പർ വേണമെന്നുണ്ടെങ്കിലും ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ നേരിട്ട് പോയി തന്നെ പശുക്കളെ എടുക്കുക. നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പശുക്കൾ നിങ്ങൾക്കിടെ വിലയിൽ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ മാർക്കറ്റിൽ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പശുക്കളുടെ വീഡിയോസൊക്കെയാണ് പിന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ പശു വളർത്തുന്ന എല്ലാവരും നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന നല്ല ക്യാരക്ടേഴ്സുള്ള ചില പശുക്കൾ നമ്മൾ പറയുന്നത് നല്ല ലക്ഷണമൊത്ത പശുക്കൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുറച്ച് ലക്ഷണമൊത്തുള്ള കുറച്ച് പശുക്കളെ ഞാൻ ഈ ഇന്നത്തെ മാർക്കറ്റിൽ കണ്ടു. അങ്ങനെയുള്ള കുറച്ച് പശുക്കളുടെ വീഡിയോസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു മാർക്കറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം വീഡിയോസ് ഫുള്ള് കണ്ടു നോക്കുക. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു പശുക്കളുടെയൊക്കെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇതിനൊക്കെ എത്ര ലിറ്റർ പാല് കിട്ടും എന്നുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. അത്യാവശ്യം ഈ കാണുന്ന പശുക്കളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട, അത്യാവശ്യം എൻ്റെ ഒരു കൺസെപ്റ്റിലൊരു 20 to 25 എങ്ങനെയായാലും ഈ ഒരു പ്രസവത്തിൽ കിട്ടാം. പിന്നെ വയനാട് പോലെ നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ അതിൽ മുകളിലും കിട്ടാം. നല്ല സൈസുണ്ട്, നല്ല ഹെവി സൈസ്, വളരെ പ്രായം കുറഞ്ഞ പശുക്കളാണ്. 2 പല്ല് 4 പല്ലൊക്കെ ഈ ഒരു സൈസ് ഉണ്ടെങ്കിലും അത്രയും പ്രായം കുറഞ്ഞ നല്ല അടിപൊളി പശുക്കളാണ്. നല്ല ഗ്രോത്തുള്ള പശുക്കളാണ് ഈ കാണുന്നതെല്ലാം. പ്രസവിച്ച പശുക്കളുണ്ട്, ചനപ്പശുക്കളുണ്ട്. നമുക്ക് ഏത് ടൈപ്പുള്ള പശുക്കൾ വേണമെങ്കിലും ഈ ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിലെ പശുക്കളുടെ ക്വാളിറ്റിയും ഒക്കെ കുറിച്ചിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിൽ പെടുത്തി. ഇതുപോലെ നല്ല പശുക്കളെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം. ನಿಮ್ಮೂರ ಮುಂದೆ ಹೋಗ್ತಾರ ಮುಂದಿನ 2 ದಿನ ಚೆನ್ನಾಗಿರೋ ಬಂಡೆ ಹಾಕಿದ್ರೆ Hello,
நூறில் ஒன்று